ലോക സാഹിത്യ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പേരാണ് വില്യം ഷേക്സ്പിയർ. ഷേക്സ്പിയറിന്റെ 400-ാം ചരമവാർഷികത്തിൽ കേരള സർവകലാശാല വിദ്യാർത്ഥികൾ ഷേക്സ്പിയറിന് ഒരു സ്മരണാഞ്ജലി ഒരുക്കി. മർച്ചന്റ് ഓഫ് വെനീസ് എന്ന വിഖ്യാതമായ ഷേക്സ്പിയൻ നാടകം വീണ്ടും അരങ്ങിലെത്തിച്ചാണ് കേരള സർവകലാശാല പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് വിദ്യാർത്ഥികൾ ആ അപൂർവ നാടക പ്രതിഭയ്ക്ക് ആദരവർപ്പിച്ചത്. നിങ്ങൾ ഈ പാവപ്പെട്ട കച്ചവടക്കാരന്റെ ഒരു റാത്തൽ മാംസം പിഴയായി ഈടാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ മാനുഷിക പരിഗണനയുടെ പേരിൽ നിങ്ങളുടെ മുതലിന്റെ ഒരു ഭാഗം ഉപേക്ഷിക്കാമെന്ന ഉദാരമായ ഒരു മറുപടി, അതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വില്യം ഷേക്സ്പിയറിന്റെ മർച്ചന്റ് ഓഫ് വെനീസ് ലോക നാടക ചരിത്രത്തിലെ അതിപ്രശസ്ത കൃതികളിലൊന്നാണ്. ഷൈലോക്ക് എന്ന പിശുക്കനും കണിശക്കാരനുമായ പലിശക്കാരന്റെ കഥയായാണ് ഈ നാടകം വ്യാപകമായി വായിക്കപ്പെട്ടിട്ടുള്ളത്. ആ അർത്ഥത്തിൽ കാർക്കശ്യക്കാരനായ ഒരു പിശുക്കൻ എന്ന നിലയിൽ ഷൈലോക്ക് എന്ന പേര് സാധാരണക്കാർക്കിടയിൽ പോലും ഒരു പ്രയോഗമായി തീരുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വെനീസിലെ വ്യാപാരിയായ ഷൈലോക്ക് ജൂതവംശജൻ എന്ന നിലയിൽ വെനീസിലെ ക്രിസ്തീയ ഭൂരിപക്ഷ സമൂഹത്തിൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കൂടി നാടകം രേഖപ്പെടുത്തുന്നുണ്ട്. പൊതുവേദികളിൽ ഷൈലോക്ക് പലപ്പോഴും പരസ്യമായി അപമാനിക്കപ്പെടുന്നു. അങ്ങനെ ഷൈലോക്കിനെ നിരന്തരം അപമാനിക്കുന്ന ആന്റോണിയോ എന്ന കച്ചവടക്കാരൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഷൈലോക്കിനോട് പണം പലിശയ്ക്ക് ആവശ്യപ്പെടുന്നു. തന്റെ സുഹൃത്ത് ബസാനിയോയ്ക്ക് പോർഷ്യ എന്ന സുന്ദരിയായ ധനികയുമായുള്ള പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടിയാണ് ആന്റോണിയോ പണം പലിശക്കെടുക്കാൻ തീരുമാനിക്കുന്നത്. ആന്റോണിയോയുടെ പരിഹാസങ്ങൾക്ക് മറുപടി നൽകാൻ കാത്തിരിക്കുന്ന ഷൈലോക്ക് വിചിത്രമായ ഒരു കരാർ തയ്യാറാക്കുന്നു. പറഞ്ഞ സമയത്ത് പണം തിരികെ നൽകാൻ ആന്റോണിയോയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ ആന്റോണിയോയുടെ ശരീരത്തിൽ നിന്ന് ഒരു റാത്തൽ മാംസം പിഴയായി മുറിച്ചെടുക്കാൻ ഷൈലോക്കിന് അനുവാദം നൽകുന്നതായിരുന്നു ആ ഉടമ്പടി. സമയത്ത് തന്നെ പണം തിരികെ നൽകാൻ കഴിയും എന്നുറപ്പുള്ള ആന്റോണിയോ ആ കരാറിൽ ഒപ്പുവയ്ക്കുന്നു. ആ പണവുമായി ആന്റോണിയോയുടെ സുഹൃത്തായ ബസാനിയോ ബെൽമോണ്ടിലെ സുന്ദരിയായ പോർഷ്യയെ കാണാൻ പോവുകയും തന്റെ ഉദ്യമത്തിൽ വിജയിച്ച് പോർഷ്യയെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ആന്റോണിയോയുടെ ചരക്ക് കപ്പലുകൾ കടലിൽ കാണാതായെന്നും പണം തിരികെ നൽകാൻ കഴിയാതെ ആന്റോണിയോ വിഷമസന്ധിയിലായെന്നും ബസാനിയോ അറിയുന്നത്. ആന്റോണിയോയെ രക്ഷിക്കാനായി വാങ്ങിയതിന്റെ ഇരട്ടിപ്പണവുമായി ബസാനിയോ വെനീസിലേക്ക് പുറപ്പെടുന്നു. പക്ഷേ കണിശക്കാരനായ ഷൈലോക്ക് ആന്റോണിയോയുടെ ഒരു റാത്തൽ മാംസം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഈ സമയം പോർഷ്യ വേഷപ്രച്ഛന്നയായി ഒരു അഭിഭാഷകന്റെ വേഷത്തിൽ വെനീസിലെ നീതിന്യായ കോടതിയിൽ ഹാജരാവുകയും വെനീസിലെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആന്റോണിയോയ്ക്ക് വേണ്ടി വ്യവഹാരം നടത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഈ നിർദ്ദേശം കേൾക്കാൻ നിങ്ങളുടെ ഭാര്യ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. ന്യായാധിപനായ പ്രഭുവിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് പോർഷ്യ തന്റെ വാദമുഖങ്ങളിലൂടെ ആന്റോണിയോയെ നിരപരാധിയാക്കുകയും ഷൈലോക്കിനെ കുറ്റവാളിയാക്കുകയും ചെയ്യുന്നതാണ് നാടകത്തിന്റെ ക്ലൈമാക്സ്. എന്നാൽ പ്രഭു ഷൈലോക്കിന്റെ ജീവൻ മാപ്പാക്കി കൊടുക്കുന്നു. സ്വഭാവത്തിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ജീവൻ ഞാൻ മാപ്പാക്കി. പക്ഷേ നിങ്ങളുടെ സ്വത്തിന്റെ പകുതി ആന്റോണിയോയ്ക്ക് അവകാശപ്പെടുന്നതാണ്. ബാക്കി പകുതി രാജ്യത്തിന്റെ പൊതു ഖജനാവിലേക്ക് കണ്ടുകെട്ടും. ഇനയം കൊണ്ട് ഒരു ചെറിയ പിഴയാക്കാം. പ്രശസ്ത നാടക പ്രവർത്തകൻ ഡോക്ടർ ജെ തുളസീധരക്കുറുപ്പാണ് പെർഫോമിംഗ് ആർട്സ് വിദ്യാർത്ഥികൾക്കു വേണ്ടി വെനീസിലെ വ്യാപാരി സംവിധാനം ചെയ്തത്. ഷേക്സ്പിയറിന്റെ നാടകങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായതും ലോകത്ത് ഏറ്റവും കൂടുതൽ ഷോകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു നാടകമാണ് മർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്നത്. ഏകദേശം 2-3 ആഴ്ച കാലത്തെ ട്രെയിനിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലേ പ്രൊഡക്ഷൻ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഷേക്സ്പിയറിൻ്റെ 400-ാം ഡെത്ത് ആനിവേഴ്സറി ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ ലോകത്തെ എല്ലാ ഭാഷകളിലും ഈ 2016 അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടെ ഇത് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഒന്ന് പുതുക്കാനും അതിനും കൂടെ ഉള്ള ഒരു ശ്രമമാണ്. കരാർ ദിവസത്തിന്റെ കൃത്യം 1 മാസം മുമ്പ് തന്നെ ഇതിന്റെ 3 ഇരട്ടി സംഖ്യ വന്നു ചേരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എത്ര സംശയാലുക്കളാണ് ഈ ക്രിസ്ത്യാനികൾ. അവർ അവരോട് തന്ന സംശയങ്ങളാണ് മറ്റുള്ളവരെയും സംശയിക്കുവാൻ കാരണം. നാടകാഭിനയം മാത്രമല്ല,
നാടകത്തിന്റെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തിനും പരിശീലനത്തിനും ഒടുവിലാണ് പെർഫോമിംഗ് ആർട്സ് വിദ്യാർത്ഥികൾ നാടകം അരങ്ങിലെത്തിച്ചത്. ഇപ്പോൾ ഈ ഒരു ഡ്രാമ പ്രൊഡക്ഷന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന ഒരു അവസരമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ഇപ്പോൾ ഡയറക്ഷൻ ആണെങ്കിലും ഒരു പ്രൊഡക്ഷൻ, സ്റ്റേജ് സെറ്റിംഗ്, പ്രോപ്പർട്ടീസിന്റെ മേക്കിംഗ്, അതുപോലെ സെറ്റ് ഡിസൈനിങ്, മ്യൂസിക്, ഡാൻസ്, ഡയലോഗ് പ്രസന്റേഷൻ, ആക്ടിങ്, അതിന്റെ എല്ലാ ഫേസസിലും കൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടമാണ് ഇപ്പം ഞങ്ങൾക്ക്. കേരള സർവകലാശാല പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ രാജ വാര്യരാണ് നാടകത്തിന്റെ ഏകോപനം നിർവഹിച്ചത്. പല കലകളുടെയും സമ്യക് സന്നിവേശത്തിലൂടെയാണ് ഈ തിയേറ്റർ എന്ന് പറയുന്ന കലാരൂപം പൂർണ്ണമാകുന്നത്. അപ്പോൾ അഭിനയം മാത്രമല്ല പ്രധാനം, മറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് സംവിധായക പ്രക്രിയ നിൽക്കുന്നുണ്ട്. പിന്നെ ദീപവിധാനം, രംഗവിധാനം, വേഷം, ചമയം, ഇതൊക്കെ തന്നെ തുല്യ പ്രാധാന്യത്തോടുകൂടി നിൽക്കുകയും ചേരേണ്ട അളവിൽ ഇവ ചേർന്നുകൊണ്ട് ഇവയുടെ ഒരു പാരസ്പര്യത്തിൽ പൂർണ്ണ പ്രൊഡക്ഷനായിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ ഒരു അവതരണം അതിന് യോഗ്യമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രോസസ്സ് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. സന്തോഷ് നായർ ഷൈലോക്കായും ലക്ഷ്മി ഉണ്ണിത്താൻ പോർഷിയായും വേഷമിട്ട വെനീസിലെ വ്യാപാരി രംഗാവതരണത്തിലും വെളിച്ചവിധാനത്തിലും മികവ് പുലർത്തി ശ്രദ്ധയാകർഷിച്ചു. അയാൾ അർഹിക്കുന്ന അത്രയും ലഭിക്കുമെന്ന വാഗ്ദാനം ഈ മങ്ങിയ ഈയപ്പൻ എന്ന് പറയുന്നത് എന്നെ തെരഞ്ഞെടുക്കുന്ന ആൾക്ക് അയാൾക്ക് അതെല്ലാം കൊടുക്കുകയും അപകടം എല്ലാം വെട്ടി തുറന്ന മുന്നേറ്റത്തിൽ കൊത്തിവെച്ചു. ശരി, ഇത് ഞാൻ ശരിയായതാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് എങ്ങനെ അറിയാം? 1916 ഈ ലോകത്തോട് വിട പറഞ്ഞ വില്യം ഷേക്സ്പിയർ എന്ന വിശ്വസാഹിത്യത്തിലെ മഹാപ്രതിഭയുടെ 400ാം ചരമവാർഷികം ലോകം ആചരിക്കുമ്പോൾ ആ അനശ്വര കലാകാരനുള്ള ആദരാഞ്ജലി കൂടിയായി സെന്റർ ഫോർ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സിന്റെ നാടകാവതരണം. നൂറ്റാണ്ടുകൾക്കിപ്പുറവും പുനർവായനകളിലൂടെ, പുനരവതരണങ്ങളിലൂടെ ആ അനശ്വര നാടക പ്രതിഭ ജീവിക്കുകയാണ്. ജീവിതം ഒരു വിഡ്ഢി പറഞ്ഞ കഥയാണെന്ന് ലോകത്തെ പഠിപ്പിച്ച ആ പ്രതിഭയുടെ നാടകങ്ങളും കഥാപാത്രങ്ങളും എക്കാലവും കാലിക പ്രസക്തിയോടെ കാലാതീതമായി ജീവിക്കുകയാണ്. കാലങ്ങൾക്കപ്പുറത്തേക്ക് ആ യവനിക ബാക്കി വയ്ക്കുകയാണ്.